ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ LSS ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റത്തെ ചോദ്യം, അസുരവാദ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരമാണ് ചെണ്ട. ചെണ്ടയാണ് അസുരവാദ്യം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ്, വാദനം എന്ന പദത്തിന് അർത്ഥം എന്ത്? വാദനം എന്നാൽ വായന. അടുത്തത്, കഥകളി വേഷങ്ങളിൽ ഏറ്റവും സുന്ദരമായ വേഷം ഏതാണ്? ഉത്തരം പച്ച വേഷം എന്നാണ് ഉത്തരം. അടുത്തതാണ്, കഥകളിയുടെ സാഹിത്യരൂപം ഏത്? കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. അടുത്ത ചോദ്യം, കഥകളിയിലെ സ്ത്രീവേഷം ഏതാണ്? കഥകളിയിലെ സ്ത്രീവേഷമാണ് മിനുക്ക് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ്, പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ്? പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് എഴുത്താണിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു എന്നാണ് ഉത്തരം. അടുത്തതാണ്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഉത്തരമാണ് പഴശ്ശിരാജ. അടുത്ത ചോദ്യമാണ്, വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ്? നദോന്നത വൃത്തമാണ് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം. അടുത്ത ചോദ്യമാണ്, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ഉത്തരമാണ് ശ്രീബുദ്ധൻ. അടുത്ത ചോദ്യമാണ്, നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അടുത്ത ചോദ്യം, പറയിപെറ്റ പന്തീരുകുലം എഴുതിയത് ആരാണ്? പറയിപെറ്റ പന്തീരുകുലം എഴുതിയിട്ടുള്ളത് പി നരേന്ദ്രനാഥാണ്. അടുത്തതാണ്, ഐതിഹ്യമാല ആരാണ് രചിച്ചത്? ഐതിഹ്യമാല രചിച്ചതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അടുത്ത ചോദ്യമാണ്, അരിയുണ്ട പൊരിയുണ്ട അരവയറുണ്ട ലഴലുണ്ടാം എന്ന വരികൾ ആരുടേതാണ്? ഉത്തരമായിട്ട് വരുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കേരളത്തിൻ്റെ തനതായ കലാരൂപം ഏതാണ്? ഉത്തരമാണ് തുള്ളൽ. അടുത്ത ചോദ്യം, കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കിലുങ്ങി കിലുങ്ങി ഇത് ആരുടെ വരികളാണ്? ഉത്തരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്താണ്? കൃഷ്ണപ്പാട്ട് എന്നാണ് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, പ്രാചീന കവിത്രയം ആരെല്ലാമാണ്? പ്രാചീന കവിത്രം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അടുത്ത ചോദ്യമാണ്, ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാമാണ്? ആധുനിക കവിത്രമായിട്ട് അറിയപ്പെടുന്നത് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ഉള്ളൂർ. അടുത്തത്, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അടുത്തതാണ്, പൂതപ്പാട്ട് രചിച്ചതാര്? പൂതപ്പാട്ട് രചിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ചോദ്യം, കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്? കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് മഞ്ചരി വൃത്തത്തിലാണ്. അടുത്തതാണ്, കുഞ്ഞേടത്തി ആരുടെ കവിതയാണ്? കുഞ്ഞേടത്തി എന്നത് ONV കുറുപ്പിൻ്റെ കവിതയാണ്. വിശപ്പ് എന്ന കഥ ആരുടേതാണ്? വിശപ്പ് എന്ന കഥ ഡോക്ടർ K ശ്രീകുമാറിൻ്റെയാണ്. അടുത്തതാണ്, വെണ്ണക്കണ്ണൻ എന്ന കവിത ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? വെണ്ണക്കണ്ണൻ എന്ന കവിത ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? കൃഷ്ണഗാഥയിൽ നിന്നാണ്. അടുത്ത ചോദ്യമാണ്, അന്തിനക്ഷത്രം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? അന്തിനക്ഷത്രം എന്ന കവിതാ സമാഹാരം മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റേതാണ്. എന്നാണ് ലോക വനദിനം? ലോക വനദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 21-നാണ്. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഒരു കുരുവിയുടെ പതനം.
ഒരു കുരുവിയുടെ പതനം എന്നാണ് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേര്. അടുത്ത ചോദ്യം, 50 മരക്കഥകൾ രചിച്ചതാരാണ്? GS ഉണ്ണികൃഷ്ണൻ നായരാണ് 50 മരക്കഥകൾ രചിച്ചത്. അടുത്തതാണ്, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി.